നമുക്കറിയാം ജോസഫിന്റെ കഥ. The Lord was with Joseph and whatever he did was successful. പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട്, സമാധാനം ആവശ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കും. ആ വിശ്വാസത്തോടെ നമുക്ക് അടുത്ത ഗാനം, നമുക്കറിയാവുന്ന ഗാനമാണ്, അതൊന്ന് പാടാം നമുക്ക് ഒരുമിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ദൈവമക്കളാണ് നമ്മളെ മുമ്പേ പാടിയത് യഹോവ ഈരേ, ദാതാവാം ദൈവം. ഫിലിപ്പിയർ 4:19 പറയുന്ന കണക്ക് മൈ ലോർഡ് ഷാൽ പ്രൊവൈഡ് ഓൾ മൈ നീഡ്സ്, എൻ്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് തന്നിരിക്കും. യഹോവ റാഫ, സൗഖ്യദായകൻ. നമുക്ക് ആർക്കെങ്കിലും ഇവിടെ സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ, നോട്ട് ഓൺലി ഫിസിക്കൽ ബട്ട് ഓൾസോ മാനസികമായിട്ടുള്ള സൗഖ്യം വേണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ കിട്ടിയിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സമാധാനം, യഹോവ ശാലോം, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, സങ്കീർത്തനം 27 പ്രാർത്ഥിച്ച കണക്ക്, one thing I ask of the Lord, one thing, ഒരേ ഒരു കാര്യം മാത്രം, that I will be in the presence of my God all the days of my life. അത് മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ലെവലിലോട്ട് നമ്മൾ വരണം. നമ്മൾ അത്ഭുതങ്ങൾ കാണാനും സൗഖ്യം കാണാനും കാര്യം സാധിക്കാൻ, ഗുഡ്, അതിൽ തെറ്റില്ല. പക്ഷേ നമ്മൾ വേറൊരു ലെവലിലോട്ട് പോകണം. നമ്മൾ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കർത്താവിന് അറിയാം എൻ്റെ ആവശ്യങ്ങൾ. He will give it to me. I want to be in His presence. ഒന്നുകൂടെ പാടാം നമുക്ക്. അവന്റെ വചനത്താൽ സൃഷ്ടിച്ച ഭൂമിയായത്. With one word he created this universe. സങ്കീർത്തനം 107 കാണുന്നുണ്ട് കർത്താവിന്റെ വചനത്താൽ ആൾക്കാർക്ക് സൗഖ്യം പ്രാപിക്കുന്നത്. One word. ഇന്ന് പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന് മുമ്പിൽ നമ്മൾ വന്ന് ഒന്നായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സ്റ്റാൻസ പാടാം. യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവ എലിയോൻ, അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യോഹന്നാന്റെ സുവിശേഷം 14 23 വചനം ഇപ്രകാരം പറയുന്നുണ്ട്, If anyone says he loves me, എന്നെ സ്നേഹിക്കുന്നവൻ, he'll obey my commandments. And then my Father will love him. എൻ്റെ പിതാവ് ആ വ്യക്തിയെ സ്നേഹിക്കും. And then we will come. ഞങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വന്ന് വസിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേൾക്കാൻ പോകുന്ന ഈ നിമിഷങ്ങൾ വേറെ ഒന്നും നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ വചനം വരുമ്പോൾ അത്ഭുതങ്ങൾ നടന്നിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം സിസ്റ്റർ ഗ്രേസ് മോൾ നമ്മൾ ഈ പാടിയ പാട്ട് അത് വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. സിസ്റ്റർ ഗ്രേസ് മോൾ ആ മൈക്ക് മ്യൂട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ.
കർത്താവിന്റെ സിംഹാസനം മുമ്പിൽ ഹെബ്രാക്കാരുടെ ലേഖനം 4:16 പറഞ്ഞ കണക്ക് ധൈര്യപൂർവമായിട്ട് നമുക്ക് വരാം നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ദൈവത്തിന് മുമ്പിൽ. കരുണാസമ്പന്നനായ ഈശ്വരനാഥ, ഞങ്ങള് ഒരുമിച്ച് ഒന്ന് ചേർന്ന് പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ ബ്രദർ സഞ്ജിത് ബ്രദറിലൂടെ ദൈവം നൽകപ്പെടുവാൻ പോകുന്ന ദിവ്യമായ തിരുവചന സന്ദേശങ്ങള് ഞങ്ങളുടെ ജീവിതത്തില് ഉൾക്കൊള്ളുവാനും അനുഗ്രഹം പ്രാപിക്കപ്പെടുവാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഞ്ജിത് ബ്രദറിന്റെ ഫാമിലിയെ മുഴുവനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള സകലവിധ നിയോഗങ്ങളെയും ഏതെല്ലാം രോഗാവസ്ഥകള് നാം അഭിമുഖീകരിക്കുന്നുവോ ആ അവസ്ഥകളിലേക്കെല്ലാം യേശുവിന്റെ ദിവ്യമായ അത്ഭുത ശക്തി ഈ നിമിഷം തന്നെ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായ നിയോഗങ്ങളിലേക്കും കർത്താവിന്റെ അതിശക്തമായ അത്ഭുതകരമായ ഇടപെടലുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും മിക്ക 7:7 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രമിച്ചു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കൈക്കൊണ്ട് സ്വീകരിച്ചതിനായി ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ഒരു നിമിഷം സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ ദൈവതിരുസന്നിധിയിലേക്ക് ഇതാ ഉയർത്തുന്നു. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, റൂഹായ സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു യു ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. താങ്ക് യു ലോർഡ്. We praise you, Jesus. Glory to the Father, Son, and the Holy Spirit, as it was in the beginning. അടുത്ത ഗാനം പാടുന്ന മുമ്പ് ഒരു വചനം നമുക്കൊന്ന് ശ്രവിക്കാം. സിസ്റ്റർ ഗ്രേസ് മോൾ ഒരു വചനം എടുക്കണം. ഫിലിപ്പിയക്കാരുടെ ലേഖനം 3-ാമത്തെ അധ്യായം 7-8 വചനം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 verses 7 and 8. ഫിലിപ്പിയ 3:7-8 വചനങ്ങൾ. ഫിലിപ്പിയർ അധ്യായം 3:7-8. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉദ്ധമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവിൻ. ഇംഗ്ലീഷ് പറയുന്നത് whatever gain I had, എൻ്റെ എല്ലാം അതൊക്കെ നഷ്ടമായിട്ട് for the sake of Christ. For his sake I have suffered the loss of all things and count them as refuse in order that I may gain Christ. പ്രിയപ്പെട്ടവരെ, അടുത്ത ഗാനം നമ്മൾ പാടാൻ പോകുന്നത് നീ എൻ്റെ സർവ്വവും, നീ എനിക്ക് ഉള്ളവൻ, എൻ്റെ എല്ലാം നീ മാത്രം എൻ്റെ കർത്താവേ. ആ ഗാനം നമുക്ക് പാടാം. ഹല്ലേലൂയ.
എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാത്തിലും നിൻ ജീവൻ എൻ പേർക്കായി തന്നതീനാ. നീ എൻ്റെ സർവവും, എല്ലാത്തിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നമുക്കിതൊന്നുകൂടെ പാടുമ്പോൾ പ്രിയപ്പെട്ടവർ, ഈ നിമിഷങ്ങൾ നമുക്ക് കർത്താവിനോട് പറയാം, ലോർഡ്, യു ആർ മൈ എവറിത്തിങ്. ഐ ഗിവ് യു ഫസ്റ്റ് പ്രയോറിറ്റി. പ്രഥമ സ്ഥാനം നിനക്ക് മാത്രം. നീ എൻ്റെ എല്ലാം എല്ലാം. നമുക്കത് വിശ്വാസത്തോടെ പാടാം. ചുമ്മാ പാടിയിട്ട് കാര്യമില്ല, പ്രാർത്ഥനാപൂർവമായിട്ട് പാടാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാത്തിലും നിൻ ജീവൻ എൻ പേർക്കായി തന്നതീനാ. നീ എൻ്റെ സർവവും, എല്ലാത്തിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. We sing it in English for the youngsters. He is my everything, He is my all. He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now how about you? Like honey in the raw, sweet honey in the raw, for He tastes like honey in the raw. Oh, taste and see that the Lord is good, for He tastes like honey in the raw. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാത്തിലും നിൻ ജീവൻ എൻ പേർക്കായി തന്നതീനാ. നീ എൻ്റെ സർവവും, എല്ലാത്തിലും. Hallelujah. We praise you, Lord. We give you thanks. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഇതിൻ്റെ ഒപ്പം നമുക്ക് വേറൊരു ഗാനം, നമുക്കറിയാവുന്ന ഗാനം. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ പോകുന്ന അവസരം നമുക്ക് പ്രിയപ്പെട്ടവരെ കർത്താവിന് പറയാം, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ ദൈവമാണ്. ഇന്ന് നമ്മളെല്ലാം വിശ്വാസത്തോടെ ഇന്ന് ബ്രദർ സജിത്തിൻ്റെ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന നിമിഷങ്ങൾ കർത്താവിന് പറയാം, കർത്താവ് നീ എൻ്റെ എല്ലാം എല്ലാം, നീ എൻ്റെ സങ്കേതവും, എൻ്റെ കഷ്ടപ്പാടിലെല്ലാം നീ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹനങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം നീ അറിയുന്ന ദൈവമാണ്. And right now we want to tell you that you are our rock, you are our fortress. യേശുവേ സ്തോത്രം.
നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ നാഥ അടിയനിതാ നാഥ അടിയനിതാ നാഥ അടിയനിതാ നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ നാഥ എന്ന് പറയുമ്പം വിശ്വാസത്തിൽ കൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കൈകളൊന്ന് സ്വർഗത്തിലോട്ടൊന്ന് പൊക്കിക്കൊണ്ട് ട്രസ്റ്റ് ഹിം, ബിലീവ് ഇൻ ഹിം, ടെൽ ഹിം ലോർഡ് യെസ് ഹിയർ വി ആർ, വി സറണ്ടർ. ഞങ്ങളുടെ എല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ, സജിത് ബ്രദറിന്റെ സെഷൻ സമർപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. Have mercy on us, Lord. Let your grace fall upon this community, Lord. Hallelujah. അടിയനിതാ നാഥ അടിയനിതാ നാഥ അടിയനിതാ നാഥ അടിയനിതാ
ഈ സമയത്ത് ബ്രദർ ഡൊമിനിക് ഒരു ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, നമ്മൾ ഈ പാട്ടിൻ്റെ ഇത് അടിസ്ഥാനം വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സമർപ്പിച്ചുകൊണ്ട്. ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷ വലിയ അഭിഷേകത്തിന്റെ ശുശ്രൂഷയായിട്ട് മാറട്ടെ. നിങ്ങളുടെ തിരുവചനം അത്ഭുതകരമായ ശക്തിയായി, അത്ഭുതകരമായ അഭിഷേകമായി, എല്ലാ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലായി, എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യമായി, എല്ലാ പാപത്തിൽ നിന്നുള്ള മോചനമായി, കർത്താവെ സമ്പൂർണമായ അഭിഷേകത്തിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദർ സജിത്തിനെ, ശുശ്രൂഷകരെ എല്ലാവരെയും തിരുമുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം കർത്താവെ അവരുടെ മേൽ പകർന്ന് ഇന്ന് ജനത്തിന് ആവശ്യമായ എല്ലാ കൃപകളാലും അനുഗ്രഹത്താലും അഭിഷേകത്താലും അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴി പിതാവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ഇതൊന്നുകൂടെ പാടുന്ന മുമ്പ് നമുക്ക് പ്രിയപ്പെട്ടവരെ, ആർക്കേലും രോഗശാന്തി ആവശ്യമുണ്ടെങ്കിൽ, മാനസികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ദൈവം, അത്ഭുതം ചെയ്യുന്ന ദൈവം. വിശ്വാസത്തോടെ നമുക്ക് ഈ പാട്ടുകൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ പാടുക, വിശ്വസിച്ച് നിങ്ങൾ കേൾക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനാപൂർവമായിട്ട് നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ഒന്നുടെ കൈകൾ പൊക്കി നമുക്ക് വിശ്വാസത്തോടെ ധൈര്യപൂർവമായിട്ട് കർത്താവിന്റെ മുമ്പിൽ വന്ന് let's sing it to him. അടിയനിതാ, surrender our lives to him. Everything is yours, my Lord. You know everything. കർത്താവേ, അസാധ്യമായിട്ട് ഒന്നുമില്ലാത്ത ദൈവമേ, ഇന്ന് വചനത്താൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം, അതിന്റെ വചനത്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി, പുതിയൊരു അനോയിന്റിംഗ് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും 1 പത്രോസ് 5:17 പറയുന്നവർക്ക് കാസ്റ്റ് യുവർ ബർഡൻസ് ടു ഹിം ബിക്കോസ് ഹി ലവ്സ് യു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കർത്താവിന് വിട്ടുകൊടുക്കാനാ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഡോണ്ട് ഹോൾഡ് ഓൺ ടു ഇറ്റ്, ഗിവ് ഇറ്റ് ടു ഹിം ആൻഡ് ഹി ഈസ് ഗോയിങ് ടു വർക്ക് വണ്ടേഴ്സ് ടുഡേ. ഇന്ന് വചനം
സജിത് ബ്രദർ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ നടന്നിരിക്കും. അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ. ഒന്നുകൂടെ പാടാം നമുക്ക് എല്ലാവരും കൂടെ. അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ. Hallelujah. We praise you, Lord. We glorify your mighty name. Hallelujah. Lord, fill this Zoom line with your presence, Kartave. In the name of Jesus, we command every distraction to leave this Zoom line. ഓരോ വാക്കുകൾ കർത്താവെ സജിത് ബ്രദറിന്റെ വായിന്ന് വരുന്ന എല്ലാം നിന്റെ വാക്കുകൾ, അതെല്ലാം ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കട്ടെ. Set us free, my Lord, from anything which is not of yours. ഒരു പുതിയൊരു അഭിഷേകം, ഒരു പുതിയൊരു അനുഭവത്തിലോട്ട് ഞങ്ങളെ കൊണ്ടുപോകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, പിതാവേ നന്ദി, റൂഹായേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to you, Lord. We praise you, Lord. Hallelujah. Thank you, Lord Jesus. നമുക്ക് ഒരുമിച്ച് വചനം നമ്മുടെ മനസ്സിലേക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഏക മനസ്സോടെ ഇപ്പൊ പ്രാർത്ഥിക്കാം. ശക്തമായ ഈ പ്രാർത്ഥനയില് എല്ലാ മനസ്സുകളും ഏകാഗ്രമാക്കിക്കൊണ്ട്, കർത്താവേ, ഇത് കാണാൻ എൻ്റെ കണ്ണിനെയും ഇത് കേൾക്കാൻ എൻ്റെ ചെവിയെയും ഇത് മനസ്സിലാക്കാൻ എൻ്റെ ഹൃദയത്തെയും തുറന്നു തരണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം കാണാൻ എൻ്റെ കണ്ണുകളെയും, പറഞ്ഞാട്ടെ, ദൈവവചനം കാണാൻ എൻ്റെ കണ്ണുകളെയും, ദൈവവചനം കാണാൻ എൻ്റെ കണ്ണുകളെയും, ദൈവവചനം കേൾക്കാൻ എൻ്റെ ചെവികളെയും, ദൈവവചനം കേൾക്കുവാൻ എൻ്റെ ചെവികളെയും, ദൈവവചനം മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഹൃദയത്തെയും, ദൈവവചനം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും ഹൃദയങ്ങളെയും കർത്താവെ തുറന്നു തന്നതിന് നന്ദി. കർത്താവെ തുറന്നു തന്നതിനെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കൊളോസോസ് ലേഖനത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ കേട്ട് അവസാനിപ്പിച്ചിടത്തു നിന്ന് ആരംഭിക്കുകയാണ്. കൊളോസോസ് ലേഖനം 2-ാമത്തെ അധ്യായം. കൊളോസോസ് ലേഖനം 2-ാമത്തെ അധ്യായം. കഴിയുമെങ്കിൽ ആ വാക്യങ്ങൾ ഞാൻ പറയുമ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാൻ ഇടവരും. ഇന്ന് ലൈവില് പങ്കുചേരുന്ന എല്ലാവർക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം തുറക്കാം. വചനത്തിന് മുമ്പാകെ കർത്താവാണ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. അപ്പൊ കർത്താവിനെ എങ്ങനെ സ്വീകരിക്കുന്നു അങ്ങനെ വേണം വചനത്തെ നമ്മൾ സ്വീകരിക്കാനും അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങാനും വേണ്ടി. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ നമുക്ക് ഇന്ന് ആഴമായിട്ട് ഒരുക്കാം. പരിശുദ്ധാത്മാവിനോട് പറയാം, എന്നെ തൊടുന്ന സമയമാക്കി ഈ സമയത്തെ മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. കൊളോസോസ് ലേഖനം 2-ാമത്തെ അധ്യായം. കൊളോസോസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ നമ്മൾ വായിച്ച് ആ പാരഗ്രാഫാണ്. 6-ാം വാക്യം മുതല് 19-ാം വാക്യം വരെയുള്ള ഈ ഒരു പാരഗ്രാഫാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണുകയായിരുന്നു. അവനിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് കണ്ടു കഴിഞ്ഞു. 7-ാമത്തെ വചനം കൊളോസോസ് 2:7. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും അവനിൽ പണിതുയർത്തപ്പെട്ടും
നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുകയും. അപ്പം യേശുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഇതാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. യേശുവിലുള്ള ജീവിതം എന്താണ്? അവനിൽ വേരുറപ്പിക്കപ്പെട്ടും അവനിൽ പണിതുയർത്തപ്പെട്ടും അവനിൽ സ്വീകരിച്ച വിശ്വാസത്തിന്റെ ദൃഢത സ്വീകരിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുന്നതാണ് യേശുവിലുള്ള ജീവിതം. ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് കൊളോസോസ് ലേഖനം, കൊളോസോസ് 2:6 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ വാക്യം എടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് അത് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് അതിന്റെ കുറച്ചുകൂടെ താഴേക്കാണ്. അപ്പം we have started a life in Christ and being rooted and grounded and be firm in the faith. അത് നമ്മൾ തുടങ്ങി കഴിഞ്ഞു. And we started giving thanks to the Lord for everything he has given, and the main gift was Jesus. യേശു ക്രിസ്തു എന്ന മഹാദാനത്തിന് പിതാവിന് നമ്മൾ നന്ദി പറയാൻ തുടങ്ങി. അപ്പൊ ഇന്നലെ ആ മെസ്സേജ് കഴിഞ്ഞിട്ട് വാട്സാപ്പിൽ എന്നോട് സംസാരിച്ചവര് പറഞ്ഞു, ബ്രദറെ, നമുക്ക് പലപ്പോഴും താങ്ക്സ് ഗിവിങ്ങിന് റീസൺ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ താങ്ക്സ് ഗിവിങ്ങിന് എന്റെ ശാരീരിക രോഗമോ എന്റെ മാനസിക പ്രശ്നങ്ങളോ ഒന്നും ബാധകമല്ല എന്നും താങ്ക്സ് ഗിവിങ്ങിന് അടിസ്ഥാനം എനിക്ക് നൽകപ്പെട്ട യേശു എന്ന മഹാദാനമാണെന്നും അത് കിട്ടിയോ, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായതോടുകൂടെ താങ്ക്സ് ഗിവിങ് ആരംഭിച്ചു ജീവിതത്തിൽ എന്ന് പറയാനിടയായി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ ഇനി താഴേക്ക് വരുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുകയാണ്, അപ്പം ഈ ജീവിതത്തിന് അവനിൽ ജീവിക്കുവാൻ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുകയാണ്, ആ ജീവിതത്തിൽ നിങ്ങൾ അവനിൽ നിന്ന് പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കൊളോസോസ് 2:9-10 വാക്യങ്ങളാണ്. കൊളോസോസ് 2:9-10 വാക്യങ്ങൾ വായിക്കാമോ? ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണത ഡോക്ടർ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? താങ്ക് യു ഡോക്ടർ. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു നോസ്റ്റിക് കോണ്ടെക്സ്റ്റ്, ജ്ഞാനവാദികളുടെ ഒരു സാഹചര്യം, അവരാണ് റെസിപ്പിയൻസിൽ മുൻഭാഗത്തുള്ളവര്. അപ്പൊ അവര് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരാണ്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാകട്ടെ, കൊളോസോസ് ലേഖനമാകട്ടെ, ഇതിനകത്ത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പ്രൂവ് ചെയ്യുന്ന, ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എംബസൈസ് ചെയ്യുന്ന വിശദീകരണം ഉണ്ട്. എന്തിനാ വിശദീകരണം കൊടുക്കുന്നതെന്ന് ചോദിച്ചാല്, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ആണ് ജ്ഞാനവാദികൾ നിഷേധിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് വചനമായി തീർന്ന ദൈവം എന്ന ആശയത്തിൽ അതിനെ വിശദീകരിക്കാൻ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെയും പൗലോസ് ശ്ലീഹ ആരംഭിക്കുന്നത് അത് തന്നെയാണ്. 9-ാമത്തെ വചനം നോക്കൂ. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും, ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്, ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്, ആ ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും നോക്കിയാ പദം എങ്ങനെയാണ്? ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും അവനിൽ, ദൈവത്തിന്റെ പൂർണ്ണത, 9-ാമത്തെ വചനം, ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ മൂർത്തീഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ ഗുണം എന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മൾ അടുത്ത വാക്യം വായിക്കേണ്ടത്. 11-ാമത്തെ വചനം, അവനിൽ നിങ്ങളും. ഇനിയിപ്പൊ തുടങ്ങുന്ന എല്ലാം നമ്മളെ കണക്ട് ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞത് മുഴുവൻ ക്രിസ്തുവിന്റെ കാര്യമാണ്. പിന്നെ ഇനി കണക്ട് ചെയ്യുന്ന മുഴുവൻ നമ്മളിലേക്കാണ്. നോക്കിയേ, 9-ാമത്തെ വചനം ശ്രദ്ധിക്കും. അവനിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും മൂർത്തീഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് 10-ാമത്തെ വചനം നോക്കിയേ, എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. യു ഹാവ് ബീൻ മെയ്ഡ് കംപ്ലീറ്റ്. നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എവിടെ? അവനിൽ. കാരണം അവൻ പൂർണ്ണനാണ്. അവൻ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവനിൽ പൂർണ്ണതയുണ്ട്. എന്തിന്റെ? ദൈവത്തിന്റെ സർവ്വനിറവിന്റെയും പൂർണ്ണതയുണ്ട്. ഒന്നുകൂടെ 9-ാമത്തെ വാക്യം വായിച്ചിട്ട്, ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ, ഓൾ ദ ഫുൾനെസ് ഓഫ് ഗാഡ്. അതാ വിശദീകരിക്കുന്നത്. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ
അവനിൽ മൂർത്തിഭവിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത് പറയുകയാണ്, എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. സോ ആദ്യം പറയുന്നു യേശുക്രിസ്തുവിൽ പൂർണ്ണത ഉണ്ടെന്ന്. രണ്ടാമത് വിശദീകരിച്ചിട്ട് പറയുക, യേശുക്രിസ്തുവിൽ പൂർണ്ണതയുണ്ട്, ആ പൂർണ്ണതയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു, നാം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കരമുയർത്തി പറയാമോ? യേശുക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതാ ഒന്നുകൂടെ പറ. യേശുക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ നിന്ന്, യേശുക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ നിന്ന് ഞാൻ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതാ ഇത് തന്നെയാണ് വിശുദ്ധ യോഹന്നാന്റെ, ഞാൻ ഈ കമ്പാരിസൺ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കൊളോസ്യ ലേഖനം നമ്മൾ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷവും വിശദീകരിക്കാനായിട്ട് കഴിയും. നോക്കിയേ, 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ ഡോക്ടറെ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആണോ? അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും, അപ്പം whatever we are receiving is from him. അതുകൊണ്ടാണ് കൊളോസ്യോസ് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തില് നമ്മൾ ഇന്നലെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിരുന്നു, അവനിലാണ് വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് നോക്കി 7-ാം വാക്യം, അവനിൽ നിങ്ങൾ വേരുറപ്പിക്കപ്പെട്ടും. അപ്പൊ അവനിൽ വേരുറപ്പിക്കപ്പെട്ടത് കൊണ്ട് ആ വേര് വഴി ഇനി എന്ത് ചെയ്യുക? വേരെന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക, വലിച്ചെടുക്കുക. ലവണങ്ങളെ ആ വേര് നിൽക്കുന്നിടത്ത് എന്താണോ ഉള്ളത് അവിടുന്ന് വൃക്ഷത്തിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഇവിടുത്തെ വൃക്ഷമാരാണ്? ഇവിടുത്തെ വൃക്ഷം ഞാനും നിങ്ങളുമാണ്. വേര് എവിടെയാണ്? ക്രിസ്തുവിലാണ്. ഇത് കൊളോസോസ് ലേഖനത്തിൽ നിന്ന് മാത്രമല്ല, എഫെസോസ് ലേഖനത്തിൽ ഇന്നലെ പറഞ്ഞുകൊണ്ട് ഇന്ന് അത് പറയുന്നില്ല. അപ്പൊ വേര് ക്രിസ്തുവിലാണ്. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ക്രിസ്തുവിലുള്ളത് ഈ കാണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ ഈ വൃക്ഷത്തിലേക്ക് വ്യാപരിക്കും. അതാണ് താഴെ വന്ന് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. അവനിൽ നിങ്ങളും, അവനിൽ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായി അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിലാണ്. ആ എംഫസൈസ് ഞാൻ കൂടുതൽ തരാൻ താല്പര്യപ്പെടുന്നത്. അവനിലാണ്. ഇൻ ഹിം you have received the fullness. So because there is fullness in him, all the fullness എന്നല്ല, all the fullness. അതെ, അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. എല്ലാ നിറവും അവനിലുണ്ട്. From his fullness you have been received the fullness of Christ, fullness of Godhead. അതാണ് അവന്റെ നിറവിൽ നിന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സോഴ്സ് ഏതാണോ അതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ സോഴ്സ് എവിടെയാണോ ദാറ്റ് ഈസ് അവർ ഐഡന്റിറ്റി. നമ്മൾ ഇത് തുടങ്ങിയപ്പോ പറഞ്ഞ ആ വാക്യം മറക്കരുത്. കർത്താവായ യേശുവിനെ സ്വീകരിച്ചുവെങ്കിൽ അവനിൽ ജീവിക്കുവിൻ എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ സോഴ്സ് ആയി മാറട്ടെ. When he became your source, you will receive from him. അവൻ നമ്മുടെ ഉറവിടമായി മാറുമ്പോൾ, അതുകൊണ്ടാണ് യേശുവിനെ വഴി എന്ന് പറയുന്നത്. വഴി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജംഗ്ഷനിലുള്ള വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ അവന്യൂലേക്ക് തിരിയുന്ന റോഡെന്നുള്ള ആശയത്തിലല്ല പറയുന്നത്. ഏതെല്ലാം കാര്യങ്ങളിലേക്ക്, പിതാവിലുള്ള ഏതെല്ലാം കാര്യങ്ങളിലേക്ക് നമുക്ക് ആക്സസ് വേണോ അതിന്റെ മൊത്തം വഴി, എല്ലാത്തിന്റെയും വഴി യേശു ആണെന്നുള്ള അർത്ഥത്തിലാണ് അത് വിശദീകരിക്കുന്നത്. അപ്പൊ ഇവിടെ ആ പറയുന്ന ചിന്തയുടെ രണ്ടാമത്തെ ഭാഗം ഒന്ന് എടുത്തേ. അതായത് അവനിൽ പൂർണ്ണതയുണ്ട്. ഫ്രം ഹിസ് ഫുൾനെസ്. ആ ബാക്കി ഒന്നുകൂടെ വായിക്കാൻ വേണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന്, കാരണം അവിടുന്ന് സ്വീകരിക്കാം. ബിക്കോസ് യു ആർ റൂട്ടഡ് ദെയർ. അവിടുന്ന് സ്വീകരിക്കാം ബിക്കോസ് യു ആർ ഗ്രൗണ്ടഡ് ദെയർ. അവിടുന്ന് നിങ്ങൾക്ക് വലിച്ചെടുക്കാം, കാരണം നിങ്ങളെ അവിടെയാണ് പണിതുയർത്തിയിരിക്കുന്നത്. നമ്മെ അവിടെയാണ് വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മെ അവിടെയാണ് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. ഇനി അവിടുന്ന് വലിച്ചെടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ദിസ് ഈസ് വാട്ട് ക്രിസ്ത്യൻ ലൈഫ് ഈസ്. ഇതാണ് വാസ്തവത്തിലുള്ള ക്രിസ്തീയ ജീവിതം. ഐ ആം റൂട്ടഡ്, ഐ ആം ഗ്രൗണ്ടഡ് ഇൻ ക്രൈസ്റ്റ്. എന്നിട്ട് പറയുകയാണ് ഐ ആം റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ് you can have all the fullness because all the fullness of God is in him.
അവനിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഉള്ളത്. നോക്കിയ പദപ്രയോഗം, അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചത്. വി ആർ ലിഫ്റ്റിംഗ് ourselves into the standard of God through trusting, through being rooted and grounded in Him. നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ നിലവാരത്തിലേക്ക്, സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയരുകയാണ്. എങ്ങനെയാ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരുന്നത്? ദൈവം എല്ലാത്തിന്റെയും മേളിലാണ്. അതാ ഇവിടെ വായിക്കുന്നത് 10ാമത്തെ വചനം നോക്കൂ. ദൈവത്തിന്റെ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിൽ. അപ്പം എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരത്തിന്റെയും ശിരസ്സാണ് അവൻ, ക്രിസ്തു. ആ ശിരസ്സായ ക്രിസ്തുവിൽ, ദാറ്റ് ഈസ് അവർ ന്യൂ ഐഡന്റിറ്റി. നമ്മൾ അവനിലാണ് ജീവിക്കുന്നത്. അവനിൽ ജീവിക്കുന്ന ആ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അവനിൽ ജീവിക്കുമ്പോൾ you are rooted and grounded in Him. Whatever you are receiving is not from the world but from Him. അവനിൽ നിന്ന് വലിച്ചെടുക്കണം. അവനിൽ പൂർണ്ണതയുണ്ടോ? നിങ്ങളിൽ പൂർണ്ണതയുണ്ട്. അവൻ തലയാണോ? നിങ്ങളും തലയാണ്. അതാ ഇനി ഞാൻ ഓരോന്നും അങ്ങനെ പറയേണ്ടത് ആവശ്യമില്ല. അവനിൽ സൗഖ്യമുണ്ടോ? അവനുള്ള സൗഖ്യം എന്റേതാണ്. കാരണം ഞാൻ അവിടെയാ പേരിറക്കി വെച്ചേക്കുന്നത്. അവിടെ എന്നെ പണിത് ഉയർത്തപ്പെട്ട് വെച്ചേക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അവിടെ എന്നെ പണിത് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്നെ ചേർത്ത് ഇണക്കപ്പെട്ടിരിക്കുന്നത്. നൈറ്റ് ടുഗെദർ എന്നാ എഴുതിയേക്കുന്നത്. എന്നെ ചേർത്ത് വെച്ച് പണിതിരിക്കുന്ന അവിടെയാണ്. അവനിൽ നിന്ന് ഞാൻ പൂർണ്ണ, അവനിൽ നിങ്ങളും പരിച്ഛേദന. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോവാ. പക്ഷെ അതിന് മുമ്പ് ഈ ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഹൃദയത്തിൽ എഴുതുക. ഒന്നാമത്തേത്, അവനിൽ ദൈവത്തിന്റെ സമ്പൂർണതയുണ്ട്. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവന് മൂർത്തീഭവിച്ചിരിക്കുന്നു. ഇടമുറിയാതെ ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിലുണ്ട് എന്ന് കേൾക്കുമ്പോ, കർത്താവിലുണ്ട്, എനിക്ക് എന്നാന്ന് പറയരുത്. കർത്താവിലുണ്ടെങ്കിൽ അത് നിന്നിലാണ്, എന്നിലാണ്, നമ്മിലാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ വേരിറക്കിയിരിക്കുന്നത് അവനിലാണ്. നമ്മൾ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് അവനിലാണ്. എന്തെല്ലാം അവനിലുണ്ടോ, പൂർണ്ണത അവനിലുണ്ടോ, അത് എന്റേതാണ്. കാരണം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ റിയാലിറ്റി. ഇതാണ് സത്യം. അപ്പൊ അപൂർണമാണ് നമ്മൾ എന്നാണ് നമ്മൾ നോക്കിയിട്ട് എന്നും പറയുന്നത്. പക്ഷെ ആ അപൂർണമാണ് നമ്മളെ നോക്കി പറഞ്ഞ ആ പ്രസന്റ് റിയാലിറ്റിയെയാണ്, ആ പ്രസന്റ് ഇപ്പൊ കാണുന്ന പ്രായോഗിക യാഥാർത്ഥ്യത്തെയാണ് വചനത്തിന്റെ യാഥാർത്ഥ്യം വെച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടത്, പ്രതിരോധിക്കേണ്ടത്. ആ പ്രതിരോധത്തിലാണ് നമ്മൾ ഈ വലിയ ദൈവപ്രവൃത്തിയെ നമ്മളിലേക്ക് കാണുന്നത്. അപ്പം 2 പ്രധാന ചിന്തകൾ നിൽക്കുകയാണ്. ഒന്ന്, നിങ്ങൾ അവനിലാണ്. 2, അവനിലാണെങ്കിൽ അവനിലുള്ളത് നിങ്ങളിലുണ്ട്. അവനിൽ ദൈവത്തിന്റെ മൂർത്തീഭവിച്ചിരുന്നു, ദൈവത്തിന്റെ സമ്പൂർണത മുഴുവൻ. അതിൽ നിന്ന് നിങ്ങൾക്കും. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:16 കണ്ടത്. ഇപ്പോഴിതാ അവനിൽ നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഇനി 11ാമത്തെ വചനത്തിലേക്ക്. അപ്പൊ ആ 4 ചിന്തകൾ മനസ്സിലാക്കിയെങ്കിൽ, അവനിൽ നിങ്ങളും നിങ്ങളുടെ പൂർണ്ണത പരിചരിക്കുന്നത്. 11ാമത്തെ വചനം, അവനിൽ നിങ്ങളും. ഇനി നോക്കണം കംപ്ലീറ്റ്. ഇൻ ഹിം. ആ ടേം നിങ്ങൾ എടുക്കണം. കൊളോസോസ് ലേഖനത്തിൽ നിന്ന് ആ ടേം എടുത്ത് പഠിക്കണം. ഇൻ ഹിം. അവനിൽ. ഡോക്ടറെ, ആ എംഫസൈസ് ചെയ്ത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ ഇതല്ലേ? അവനിൽ ആ ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പം ഇൻ ഹിം, അത് പിന്നെ താഴേക്ക് പോവാ. ഇൻ ഹിം വി ഹാവ് ദ ഫുൾനെസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ ഹിം വി ഹാവ് ദ ഫുൾനെസ്. വേർ ഇറ്റ് ഈസ് റിട്ടൻ? ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 10. എവിടെയാ? അവനിൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. രണ്ടാമത് പറയാ, ഇൻ ഹിം വി ഹാവ് സർക്കംസിഷൻ. 11ാമത്തെ വചനം നോക്കി, അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. We got circumcision. We are circumcised in Christ. അവനിൽ എനിക്ക് പരിച്ഛേദന കിട്ടിയോ? സർക്കംസിഷൻ ജ്യൂസിന് കൊടുത്ത കമാൻഡ് അല്ലായിരുന്നോ? എനിക്ക് സർക്കംസിഷൻ ഉണ്ടോ? How I became circumcised in Christ. എനിക്ക് എങ്ങനെ? How it is possible? ഞാൻ എങ്ങനെ ഈ പരിച്ഛേദനക്കാരനായിട്ട് മാറും? ഇവിടെയാണ് ഇതിനെ കൊണ്ട് കണക്ട് ചെയ്യുന്ന മാമോദീസ എന്ന രഹസ്യവുമായി അപ്പോസ്തലൻ കൊണ്ട് കണക്ട് ചെയ്യുന്ന ആ കണക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, എന്റെ ദൈവമേ, നമ്മൾ വിചാരിക്കും
ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ മാമോദീസ സ്വീകരിച്ച് ജീവിതം മുമ്പോട്ട് നയിച്ചോണ്ടിരിക്കുന്നത്? ഇനി എന്താണ് അവനിൽ ഉള്ള സർക്കംസെഷൻ എന്ന് കേൾക്കാം. മാത്യു ജോസഫ് നൈസ് സിംഗിങ് കേട്ടോ, ഭയങ്കര അഭിഷേകമായിരുന്നു. അപ്പൊ ഇൻ ഹിം വി ഹാവ് സർക്കംസെഷൻ, വി ആർ സർക്കംസൈസ്ഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ അത് എങ്ങനെയാ വിശദീകരിക്കുന്നത്? അവനിൽ നിങ്ങൾ പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു എന്നിട്ട് പറയുക. ആ പരിച്ഛേദന എന്തല്ല? കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിന്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. കൈകളാൽ ഉള്ള പരിച്ഛേദനമല്ല, കൈകളാൽ നിർവഹിക്കുന്ന പരിച്ഛേദനമല്ല. അപ്പൊ പഴയ നിയമത്തിൽ ഒരു പരിച്ഛേദനം ഉണ്ടായിരുന്നു. ആ പരിച്ഛേദനം കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല. എന്നാൽ ക്രൈസ്റ്റിൽ ഒരു പരിച്ഛേദനമുണ്ട്, യേശു ക്രിസ്തുവില് ഒരു പരിച്ഛേദനമുണ്ട്. എന്താണ് ആ പരിച്ഛേദനം? ശരീരത്തിന്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. എന്തൊരു വാക്കാണത്! ശരീരത്തിന്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. ചെറുപ്പക്കാർക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ? ഇംഗ്ലീഷ് മാത്യു ബ്രദർ ഇംഗ്ലീഷ് വായിക്കാമോ? അത് In him also you were circumcised with a spiritual circumcision by putting off the body of the flesh in the circumcision of Christ. When you were buried with him in baptism, you were also raised with him. The body. Putting off body of the flesh body. in the circumcision of Christ. Putting off. അതൊന്ന് വായിച്ച്. By putting off the body of the flesh in the circumcision of Christ. The body of the flesh. Putting off the body of the flesh and putting on. ഞാൻ ആഡ് ചെയ്യാം. Putting on the spiritual body. Putting off the flesh, putting on the spiritual. Putting off the flesh and putting on the spirit. Hallelujah. That is called the circumcision in Christ. ശരീരത്തിന്റെ അധമ വാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. ശരീരത്തിന്റെ അധമ വാസനകളെ നിർമാർജനം ചെയ്യുന്ന നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊന്ന് നെഞ്ചോട് കൈചേർത്ത് വെച്ച് പറഞ്ഞു. ശരീരത്തിന്റെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേസ് മോൾ അവിടെ പറഞ്ഞു നിർത്തിയതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നമുക്ക് ആ പരിച്ഛേദനം കിട്ടിയോ എന്നുള്ള ചിന്തയിലാണ് നിർത്തിയതെന്ന് എനിക്കറിയാം. കാരണം രണ്ട് ലിമിറ്റേഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഓൾഡ് ടെസ്റ്റ്മെന്റില് മെയിൽസിന് മാത്രമേ ഉള്ളൂ സർക്കംസിഷൻ, ഫീമെയിലിന് സർക്കംസിഷൻ ഇല്ലായിരുന്നു. ബട്ട് ന്യൂ ടെസ്റ്റ്മെന്റില് നോ മാറ്റർ മെയിൽ ഓർ ഫീമെയിൽ, വി ഓൾ ആർ സർക്കംസൈസ്ഡ് ഇൻ ക്രൈസ്റ്റ്. മാത്യു ബ്രദർ വായിച്ചപ്പോൾ അത് മനസ്സിലായല്ലോ. ദിസ് ഇസ് കോൾഡ് സ്പിരിച്വൽ സർക്കംസിഷൻ. ആത്മീയമായ പരിച്ഛേദന, ആത്മീയമായ അക്ഷരിക പരിച്ഛേദന മെയിലിന് മാത്രമായിരുന്നു, പുരുഷ വർഗത്തിന് മാത്രമായിരുന്നെങ്കിൽ ആത്മീയ പരിച്ഛേദന പുരുഷ സ്ത്രീ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ലഭിച്ചു. കാരണം ഇൻ ക്രൈസ്റ്റ് ദർ ഈസ് നോ ഡിഫറൻസ് ഇല്ല. ഏതാ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസം യേശുക്രിസ്തുവിൽ ഇല്ല. 11-ാമത്തെ വചനം നോക്കാം. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളിൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിന്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. ഇത് വായിക്കുമ്പം ഗ്രേസ് മോള് ചിന്തിച്ച പോലെ ഞാനും ചിന്തിച്ചു, എപ്പോഴാണ് എനിക്ക് ഈ പരിച്ഛേദന കിട്ടിയത്? 12-ാമത്തെ വാക്യം, ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യുന്നതെന്ന് കണ്ടോ? ഡോക്ടർ, നമ്മള് സഭയിലേക്കുള്ള യാത്രയില് ഓർമ്മയുണ്ടോ ഈ കമ്പാരിസൺ എടുത്ത് പഠിച്ചത്? ഓർമ്മയുണ്ടോ? പാസ് ഓവർ വന്ന് എവിടെ കണക്ട് ചെയ്യുന്നു? യുക്കാരസ്റ്റിൽ വന്ന് അല്ലെ കണക്ട് ചെയ്യുന്നു.
ആ കമ്പാരിസൺ പഠിച്ച ഓർക്കുക. ഇവിടെ അന്ന് നമ്മൾ മനസ്സിലാക്കിയതാ, സർക്കംസിഷൻ വന്ന് ഏതിൽ കണക്ട് ചെയ്യുന്നു? സ്നാനം, ബാപ്റ്റിസം. പരിച്ഛേദന വന്ന് മാമോദീസയിൽ കണക്ട് ആവുകയാണ്. മനസ്സിലായി? അവിടെയാണ് എന്തുകൊണ്ട് ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കാം. സർക്കംസിഷൻ കൊടുത്തത് 8ാം നാളിലാ, 8ാം ദിവസം. മനസ്സിലായി? ജനിച്ച് 8th ഡേയിലാണ് സർക്കംസിഷൻ കൊടുത്തേ. വലുതായി കഴിയുമ്പോൾ ഒന്നുകൂടെ സർക്കംസിഷൻ കൊടുത്തില്ല. സർക്കംസൈസ്ഡ് ആയ ഈ യഹൂദന്റെ വീട്ടിൽ വളരുന്ന ഒരു കുഞ്ഞിനെ സർക്കംസൈസ് ചെയ്യുന്നത് ജനിച്ച 8ാം ദിവസമാണ്. ആ കുഞ്ഞിന് വലുതായി കഴിയുമ്പോൾ ഒന്നുകൂടെ സർക്കംസിഷൻ ഇല്ല. അതേ കോണ്ടെക്സ്റ്റിൽ പൗലോസ് ഇത് വിശദീകരിക്കുക, വി ഗോട്ട് ദ സർക്കംസിഷൻ ഇൻ ക്രൈസ്റ്റ്. എന്നിട്ട് പറയുക, പുട്ടിംഗ് ഓഫ് ദി ബോഡി ഓഫ് ദ ഫ്ലഷ് ആണത്. ദാറ്റ് ഈസ് കോൾഡ് സ്പിരിച്വൽ സർക്കംസിഷൻ. അത് ആത്മീയമായ പരിശോധനയാണ്. ആ ആത്മീയ പരിച്ഛേദന എന്താണ്? അവനിൽ നിങ്ങൾ പരിശോധന ചെയ്ത് കൈകൾക്ക് നിർവഹിക്കുന്ന പരിശോധനയല്ല, ശരീരത്തിന്റെ അധോവാസനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിശോധന. 12ാമത്തെ വാക്യം, ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയുള്ള വിശ്വാസം വഴി നിങ്ങൾ അവനോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിശോധന നിർവഹിക്കാത്തവരുമായിരുന്നു. ദുർവാസനയുടെ പരിശോധനം നിർവഹിക്കാത്തവരുമായിരുന്നു. മാത്യു ബ്രദർ ഇംഗ്ലീഷും കൂടെ ഒന്ന് വായിച്ചോ, കാരണം ഈ ദുർവാസനകളുടെ പരിച്ഛേദനം എന്നൊന്ന് പറയും എല്ലാവർക്കും മനസ്സിലാവണം. Verse 13 അല്ലേ? Verse 12 മുതൽ. You can start from 12. Okay. When you were buried with him in baptism, you were also raised with him through faith in the power of God who raised him from the dead. And when you were dead in trespasses and the uncircumcision of your flesh, God made you alive together with him when he forgave us all our trespasses. അപ്പം ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വരികയാണ്. യേശുവിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ നമ്മള് കൊളോസ്യോസ് 2:6 തുടങ്ങിയപ്പം കർത്താവ് യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ, live in him, live a life in him എന്ന് പറഞ്ഞിട്ട് അത് താഴേക്ക് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് അവനിൽ ജീവിക്കണം? അവനിൽ വേരുറപ്പിക്കപ്പെട്ടു, അവനിൽ പണിതുയർത്തപ്പെട്ടു, അവനിൽ ദൃഢമായ വിശ്വാസത്തെ സ്വീകരിച്ചു. പിന്നെ പറഞ്ഞു സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് താഴോട്ട് വന്നിട്ട് പറയുക, യു ഗോട്ട് ദ ഫുൾനെസ്. പിന്നെ താഴോട്ട് പറയുക, ഫുൾനെസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സ്പിരിച്വൽ സർക്കംസിഷൻ. പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അയ്യോ എന്റെ ഫ്ലഷ്, എന്റെ ഫ്ലഷ്, എന്റെ ഫ്ലഷ്, എന്റെ ഫ്ലഷ്. എന്റെ ഇറച്ചി എന്നുള്ള അർത്ഥമല്ല കേട്ടോ. അയ്യോ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു, പക്ഷെ എന്റെ കണ്ണ്, അയ്യോ എന്റെ കണ്ണ് ശരിയല്ല, അയ്യോ എന്റെ ചെവി ശരിയല്ല, അയ്യോ എന്റെ നാക്ക് ശരിയല്ല, അയ്യോ എന്റെ നോട്ടം ഞാനേ ശരിയല്ല, ആകെ പ്രശ്നക്കാരിയാ. അയ്യോ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കൊളോസ്യോസ് 2:10 എനിക്ക് ഉൾക്കൊള്ളാം. ഇത് ഞാൻ പറയുമ്പോ തന്നെ അയ്യോ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്, കള്ളം പറയാൻ പോവാ. പിന്നെ എങ്ങനെയാ ഞാൻ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നേ? പൂർണ്ണത എന്ന് പറഞ്ഞ എന്നതാ? അയ്യോ എന്നതാ ഈ ഇവിടെയാ നമുക്ക് ആ സ്ട്രഗിള് വരുന്നേ. ഇവിടെയാണ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്ചർ വെരി വെൽ. പൊസിഷൻ ഇൻ ക്രൈസ്റ്റ് ഉണ്ട്, ലൈഫ് ഇൻ ക്രൈസ്റ്റ് ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, പൊസിഷൻ ഇൻ ക്രൈസ്റ്റ് ഉണ്ട്, ലൈഫ് ഇൻ ക്രൈസ്റ്റ് ഉണ്ട്. പൊസിഷൻ ഇൻ ക്രൈസ്റ്റിലേക്കാണ് ലൈഫ് ഇൻ ക്രൈസ്റ്റിലൂടെ നമ്മൾ പോകുന്നത്. അത് ഇങ്ങനെ ഒന്ന് പറഞ്ഞാലോ, യു ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ യു, അല്ലേ? യു ഇൻ ക്രൈസ്റ്റ്, ദാറ്റ്സ് ദ പൊസിഷൻ. എനിക്ക് ഇത്രേ പറയാറില്ല, ഡോക്ടർ ഒന്ന് വിശദീകരിച്ചാൽ. യു ഇൻ ക്രൈസ്റ്റ്, that's the starting point. Adana your position, and Christ in us is the finishing point. That is the life of Christ being manifest in and through you. അത് ഈ പൊസിഷനിലേക്കുള്ള ലൈഫാണ് ഇന്നായിരിക്കുന്നത്. Yes. ഞാൻ ഇങ്ങനെ പറയും, ഇപ്പൊ നമുക്ക് അമേരിക്കയിൽ എത്തണമെങ്കിൽ ഇവിടുന്ന് അത് പറയാം ഡോക്ടർ, അപ്പൊ കുറച്ച് മനസ്സിലാവുമായിരിക്കും. കേരളത്തിൽ നിന്ന് ഇപ്പൊ ചങ്ങനാശ്ശേരി ഇരിക്കുന്ന എനിക്ക് അമേരിക്കയിൽ എത്തണമെങ്കിൽ ഒന്നേ ബോംബെന്നോ അല്ലെ ദുബായിന്നോ അല്ലെങ്കിൽ ഡൽഹിന്നോ എവിടുന്നേലും ഫ്ലൈറ്റ് എടുത്ത് എത്തണമെങ്കിൽ ഏറിപ്പോയ ഒരു ദിവസം
24 മണിക്കൂറോ അല്ലെ 30 മണിക്കൂർ കൂട്ടിക്കോ, 30 മണിക്കൂർ ഞാൻ ട്രാവൽ ചെയ്ത് എനിക്ക് അമേരിക്കയിൽ എത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷേ ഞാൻ അവിടെ എത്തിയെങ്കിലും ശരിക്കും അവിടുത്തെ രീതികളുമായിട്ട് ഞാൻ അവിടുത്തെ രീതികളുമായിട്ട് ഞാൻ അവിടുത്തെ ചര്യകളുമായിട്ട് ഞാൻ യോജിച്ച് അവിടുത്തെ ഒരാളായി മാറാൻ എത്ര സമയം എടുക്കും? എടുത്തിട്ടുള്ളവർ പറ. ഞാൻ അമേരിക്ക എത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എത്ര പ്രോസസ്സിലൂടെയാണ് എന്റെ മൈൻഡ് സെറ്റ് ആ രാജ്യത്തിന്റെ മൈൻഡ് സെറ്റിലേക്ക് വരണ്ടേ? വണ്ടിയെ കയറുമ്പോ ചിന്ത മാറും. എനിക്ക് വണ്ടി ഓടി വേറെ രീതിയിലാണ് ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത്, റോഡ് വേറെ രീതിയിലാണ് ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത്, ടാക്സാക്ഷൻ വേറെ രീതിയിലാണ് വെച്ചേക്കുന്നത്, കറൻസി വേറെയാ. രൂപ കൊടുക്കുന്ന പോലെ ഡോളർ കൊടുത്താൽ ഒക്കത്തില്ല, ഡോളർ കൊടുക്കുന്ന പോലെ രൂപ കൊടുത്താൽ ഒക്കത്തില്ല, രീതി വേറെയാ. ഇവിടെ ഇതാണ്ട് ഷോർട്സും ഇട്ട് സ്ലീവ്ലെസ്സും ഒക്കെ ഇട്ട് നടക്കുന്ന ആള് തണുപ്പത്തി എന്നിട്ട് ഷോർട്സ് സ്ലീവ്സും ഒക്കെ ഇട്ട് നടക്കാൻ ഒക്കെ നടക്കുവോ? ഇല്ല. അപ്പം അതിലേക്ക് ഞാൻ എന്നെ തന്നെ എത്തിക്കണം. ഒരു ദിവസം കൊണ്ട് എനിക്ക് അവിടെ എത്താൻ പറ്റും, പക്ഷേ അതിലേക്ക് വാസ്തവത്തിൽ ഞാൻ എത്തണമെങ്കിൽ നാളുകൾ എടുക്കും. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻ ക്രൈസ്റ്റിൽ നമ്മുടെ പൊസിഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റിൽ വി ഗോട്ട് ദ ഫുൾനെസ്. ഇൻ ക്രൈസ്റ്റിൽ നമ്മള് വി ഗോട്ട് സർക്കംസിഷൻ ഇൻ ക്രൈസ്റ്റ്. പക്ഷേ വി ആർ സർക്കംസൈസ്ഡ് ഇൻ ക്രൈസ്റ്റ്, ബട്ട് വി ഹാവ് ടു ഗ്രോ ആൻഡ് റീച്ച് ദാറ്റ് ലെവൽ. അതുകൊണ്ടാണ് പണിതുയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞത്. 7-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 2:7 അവനിൽ വേരുറപ്പിക്കപ്പെട്ടും. അത് വിട്. പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ വേരുറപ്പിക്കപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും. അത് പറ പണിതുയർത്തപ്പെട്ടും അവനിൽ പണിതുയർത്തപ്പെട്ടും പണിത് കഴിഞ്ഞു എന്നാണ് എഴുതിയേക്കുന്നത്. അല്ല, പണിതുയർത്തപ്പെട്ടും പൂർണ്ണത പ്രാപിച്ചെങ്കിൽ പിന്നെ എങ്ങോട്ടായി പണിയുന്നത്? കൊളോസോസ് 2:10 പറഞ്ഞു വി ഗോട്ട് ദ ഫുൾനെസ്. എന്നിട്ട് കൊളോസോസ് 2:7 പറഞ്ഞിരിക്കുക വി ആർ ഗ്രോയിങ് എന്ന്. എങ്ങനെ അത് കണക്ഷൻ ആകുന്നേ? ഇതാ ഞാൻ പറഞ്ഞേ. വൺ ഈസ് പൊസിഷൻ, അനദർ വൺ ഈസ് വി ആർ ലിവിങ് എ ലൈഫ് ടു ദി പൊസിഷൻ വേർ വി ആർ പ്ലേസ്ഡ്. ഹല്ലേലൂയ. അവിടെയാണ് വ്യത്യാസം വരുന്നത്. We are growing into the place where we are placed ആണ്. അതല്ലാതെ one day we will reach there in the place where we the place is not we are hoping for. You're already there. You are seated there. ഇനി അതിന്റെ അകത്താ ഗ്രോത്ത്. ഹലോ, ഹല്ലേലൂയ. ബിന്ദു കുര്യാക്കോസിനോട് സംസാരിക്കട്ടെ. ബിന്ദു കുര്യാക്കോസിന്റെ ഇടത്തുവശത്തിരിക്കുന്ന ആ ചെറിയ കൊച്ചിന് എത്ര പ്രായമുണ്ട്? അതാ പറഞ്ഞ ബിന്ദു. എത്ര? 6 വയസ്സ്. അവൻ ജനിച്ചപ്പോ അവന്റെ പേരെന്നാ? മിടുക്കനാണല്ലോ അവൻ. നെഹമിയ. നെഹമിയ ജനിച്ചപ്പോ എല്ലാ പല്ലും ഉണ്ടായിരുന്നോ വായില്? ഒറ്റ പല്ലില്ലായിരുന്നു. തലേ മുടി ഉണ്ടായിരുന്നോ നെഹമിയക്ക്? ഉണ്ടായിരുന്നോന്ന് ഇപ്പൊ ഉണ്ട്. ഉണ്ടായിരുന്നു. ജനിച്ചപ്പോ വായി പല്ലില്ലായിരുന്നു. പല്ലുണ്ടാകാൻ വേണ്ടി ബിന്ദു പ്രാർത്ഥിച്ചില്ലല്ലോ. കർത്താവേ എന്റെ കുഞ്ഞിന് പല്ലുണ്ടാകണേ, കർത്താവേ എന്റെ കുഞ്ഞിന് നല്ല പല്ലുണ്ടാകണേ, കർത്താവേ എന്റെ കുഞ്ഞിന് നല്ല പല്ലിനെ തരണേന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ. അതിനകത്തുള്ളതായിരുന്നു. അവൻ വളർന്നപ്പോ അതിനകത്തുള്ളതെല്ലാം പുറത്തു വന്നു. അവൻ ജനിച്ചപ്പോഴേ അവനിൽ അതുണ്ടായിരുന്നു. പിന്നെ എന്നാ ചെയ്ത ബിന്ദു അവന് ഫീഡ് ചെയ്തു, ബിന്ദു അവന് ആഹാരം കൊടുത്തു, ബിന്ദു അവനെ വളർത്തിക്കൊണ്ടുവന്നപ്പോ അവനിൽ ഉള്ളത് വെളിപ്പെട്ടു വന്നു.
പല്ല് വെച്ചൊട്ടിച്ചതല്ല പുറത്തുനിന്ന്, അതിൻ്റെ അകത്തുള്ളതാ. മുടി വെച്ച് പിടിപ്പിച്ചതല്ല, അതിൻ്റെ അകത്തുള്ളതാ. അത് വളർന്നപ്പോ പുറത്തു വന്നു. ഇതാ ഈ പറഞ്ഞത്. നെഹമ്യായെ വെച്ച് പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതാ ഈ പറഞ്ഞത്. അവനിൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അയ്യോ കാണുന്നില്ലല്ലോ, 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 കാണുന്നില്ലല്ലോ. അയ്യോ എന്റെ കണ്ണ് ശരിയല്ലല്ലോ, എന്റെ നാക്ക് ശരിയല്ലല്ലോ. അവിടെയാണ് പറഞ്ഞത്. ജനിച്ചപ്പോ ശിശുവിന്റെ വായി പല്ലില്ലായിരുന്നു, പക്ഷെ അവൻ വളർന്നപ്പോ അത് പുറത്തു വന്നു. പുറത്തു വന്നത് അകത്തുനിന്നാണ്, അവനിൽ ഉള്ളതാണ്. ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയാം, പുറത്തു വന്നത് അവനിൽ ഉള്ളതാണ്. അതാ ഇനി പറ അവനിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കൊളോസോസ് 2:10 വായിച്ചിട്ട് കൺഫ്യൂഷൻ ആകണ്ട. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. You got complete and full in Christ. നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അത് എന്നിട്ട് പറയുക, that fullness എവിടെയാണ്? That fullness is in him and you are in him. You are growing in him. And the circumcision എന്നിട്ട് പറയുക, putting off the flesh, അല്ലെ? putting off the body of the flesh, അല്ലെ? അങ്ങനെയാ പറഞ്ഞ അല്ലെ? Yes, putting off the body of ഇംഗ്ലീഷുകാരൻ എവിടെ? മാത്യു വായിച്ചോ? In him also you were circumcised with a spiritual circumcision by putting off the body of the flesh in the circumcision of Christ. Putting off the body of the flesh. Putting off the body of the flesh. അപ്പൊ ഇത് നടന്ന എവിടെയാണ്? അത് പറയണം. അതാണ് എന്റെ എംഫസൈസ് ചെയ്ത് പറയേണ്ടത്. ഇത് നടന്നത് യേശു മരിച്ചപ്പോഴാണ്. ഇനി പറയുന്നത് നല്ലതായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അലീസിയ, ദേവസിയ, നിങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവൂളേ. ഇത് നടന്നത് റിയൽ സർക്കംസിഷൻ എന്ന് പറയുന്നത് പുട്ടിങ് ഓഫ് ദ ബോഡി ഓഫ് ദ ഫ്ലഷ് ആണ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ സർക്കംസിഷൻ ഇൻ ക്രൈസ്റ്റ്. വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ? എപ്പോ ഇത് സംഭവിച്ചത്? അതിനെ കുറിച്ചാണ് പറയുന്നത്. 12ാമത്തെ വാക്യം ഗ്രേസ് മോൾ വായിക്കാം. 12ാമത്തെ വാക്യം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് കൂടെ വായിച്ചു എന്നിട്ട് ഞാൻ പറയാം. നിങ്ങൾ പാവങ്ങൾ നിമിത്തം മർദ്ദരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ദൈവം നിങ്ങളെ, 13ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, ദൈവം നിങ്ങളെ അവനോട് കൂടെ ജീവിപ്പിക്കുകയും എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ദൈവം നിങ്ങളെ, ആ പദം ഒന്ന് ആവർത്തിച്ചൊന്ന് നിങ്ങളൊന്ന് കാണുക. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ആ രഹസ്യം. അവനോട് കൂടെ ജീവിപ്പിച്ചു. ഒന്ന് പറഞ്ഞേ, അവനോട് കൂടെ. എപ്പം? അവനോട് കൂടെ ജീവിപ്പിച്ചു. എപ്പം? അവനോട് കൂടെ ജീവിപ്പിച്ചു. എപ്പം? അവൻ ജീവിച്ചപ്പോ അവനോട് കൂടെ ജീവിപ്പിച്ചു. ഹലോ, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അതാ 12ാമത്തെ വാക്യം നോക്കാം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോട് കൂടെ സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച പ്രവൃത്തിയിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോട് കൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ എപ്പോ ഉയർത്തു? യേശു ഉയർത്തപ്പോൾ നമ്മൾ ഉയർത്തു. ഓക്കെ, യേശുവിനെ അടക്കിയ പോലെ നമ്മെ അടക്കി, യേശു ഉയർത്ത പോലെ നമ്മളും ഉയർത്തു. അപ്പൊ അതാണ് രഹസ്യം.
റോമൻ 6 കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. റോമൻ 6. അതെ. ഇന്നലെ അതെടുത്ത് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ ഇന്ന് അങ്ങോട്ട് പോകാതെ. എന്റെ മനസ്സിലേക്ക് റോമൻ 6:4 വന്നു കഴിഞ്ഞായിരുന്നു. ഡോക്ടർ ഇവിടെ നിന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർ അവിടെ നിന്ന് ആഡ് ചെയ്താൽ മതി. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടു. Putting off the body of the flesh through baptism. So the baptism is circumcision. In the circumcision, putting off the body of the flesh. Same way in the baptism, you are burying the old man. Circumcision is putting off the old man, the body of the flesh, and the new circumcision in Christ, the spiritual circumcision, there also അവിടെയും എന്നാ സംഭവിക്കുന്നത്? അവിടെയും സംഭവിക്കുന്നതായി വായിച്ചത്. അവിടെയും നിങ്ങൾ അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് കൂദാശകളുടെ രഹസ്യം. ഇതാണ് കൂദാശയുടെ രഹസ്യം. ആ പാട്ടറിയാമോ? ഇതാണ് കൂദാശകളുടെ രഹസ്യം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പൊ ഇന്ന് മാമോദീസ ഒരാൾ സ്വീകരിക്കുന്നു. എന്താ മാമോദീസക്കകത്തുള്ള കർമ്മം എന്ന് നമുക്കറിയാം. വെള്ളം എടുത്തുള്ളതാണ് കർമ്മം. എന്നാൽ എന്താണ് അതിന്റെ മർമ്മം? മിസ്റ്റിക്കൽ മിസ്റ്ററി എന്താ? മിസ്റ്റിക്കൽ ഫാക്ട് എന്താ? ആക്ട് നമുക്കറിയാം. ദ പ്രീസ്റ്റ് അല്ലെ? ആക്ട് നമുക്കറിയാം. പുരോഹിതൻ വരുന്നു, വെള്ളം എടുക്കുന്നു, ചെയ്യുന്ന ക്രിയ നമുക്കറിയാം. വാട്ട് ഈസ് ദ മിസ്റ്റിക്കൽ ഫാക്ട് ഇൻ ദാറ്റ്? ആ മിസ്റ്റിസിസമാണ് ഈ ക്രിസ്ത്യാനിത്വത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ആ മിസ്റ്റിസിസത്തിൽ എന്തില്ല? ഞാനില്ല, എന്റെ വിശ്വാസം ഇല്ല, ഒന്നുമില്ല. ദൈവത്തിന്റെ വിശ്വസ്തത മാത്രമാണ്. കാരണം ഈശോ മരിച്ചപ്പോ ഞാൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈശോ എന്നെ അറിയിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോ അവനോടുകൂടെ ഞാനും ഉയർത്തെഴുന്നേറ്റു എന്ന് ഈശോ എന്നോട് പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്റെ അനുവാദം കൂടാതെ എന്നെ ഉൾപ്പെടുത്തി ദൈവം ചെയ്ത കാര്യവുമായിട്ട് സഭ എന്നെ ബന്ധിപ്പിക്കുകയാണ് കൂദാശയിലൂടെ. ഹല്ലേലൂയ. സഭ ഇത് പരികർമ്മം ചെയ്യുകയാണ്. ഏതാ പരികർമ്മം ചെയ്യുന്നത്? കർത്താവിന്റെ അതുകൊണ്ടാ പറഞ്ഞത് സാക്രമെന്റ്സ് ഏതാണ്? വിസിബിൾ സൈൻ ആണ്. ഏതിന്റെ? ഇൻവിസിബിൾ ഗ്രേസിന്റെ വിസിബിൾ സൈൻ ആണ് സാക്രമെന്റ്സ്. ഡോക്ടർ എന്ന് പറഞ്ഞു. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ഞാനോ നിങ്ങളോ ഒന്നും ഈ ഭൂമിയിൽ ജനിച്ചിട്ട് പോലുമില്ല. പക്ഷെ കർത്താവ് ആ ക്രൂശ് മരണത്തിൽ സകല മാനവജാതിയും ആ ക്രൂശ് മരണത്തിൽ പങ്കാളിയാക്കി. ആ ക്രൂശ് മരണത്തിൽ നമ്മുടെ സിൻ നേച്ചറിനെ സ്ട്രിപ്പ് ഓഫ് ചെയ്തു, വലിച്ചു കീറി. അതാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. റിയൽ പരിച്ഛേദന കട്ടിങ് അപ്പ് പാർട്ട് ഓഫ് എ ഫ്ലഷ്, സ്കിൻ കട്ട് ചെയ്യുന്നതാണ് റിയൽ പരിച്ഛേദന. പക്ഷെ ക്രൂശ് മരണത്തിൽ നമ്മളെ പങ്കാളിയാക്കി നമ്മുടെ ബോഡി ഓഫ് ഫ്ലഷിനെ സ്ട്രിപ്പ് ഓഫ് ചെയ്തു. സിൻ നേച്ചർ തന്നെ സ്ട്രിപ്പ് ഓഫ് ചെയ്തു. കർത്താവ് മരിച്ചപ്പോൾ ഞാനും മരിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായിട്ട്, യേശു എങ്ങനെ ആദ്യജാതനായിട്ട് ഉയർത്തെഴുന്നേറ്റോ ഞാനും നിങ്ങളും കീഴ്ജാതന്മാരായിട്ട് പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേറ്റു. അതിനോട് ബന്ധിപ്പിക്കുന്നതാണ് സ്നാനം. പുരോഹിതൻ ചെയ്യുന്ന ആ കർമ്മം. അതുകൊണ്ടാണ് ഈവൻ ബിഫോർ ഐ ആം ബിലീവിങ് I am there. Yes. അതുകൊണ്ടാണ് ശിശു ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ശിശു വിശ്വസിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ബിഫോർ എ ചൈൽഡ് ബിലീവ്, he or she is there already. Hallelujah. She has included.
അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സഭ ആ തോട്ട് പറഞ്ഞാൽ അത് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതായത് ഇൻവിസിബിൾ ഗ്രേസിന്റെ വിസിബിൾ സൈൻ ആണ് സാക്രമെന്റ്സ്. അതൊന്ന് പറ. ഇൻവിസിബിൾ ഗ്രേസ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ക്രൂശിലെ പ്രവൃത്തി പൂർത്തീകരിച്ചു. പിതാവായ ദൈവം നമ്മളെ അതിനകത്ത് പങ്കാളിയാക്കി, ആ ക്രൂശ് മരണത്തിൽ പങ്കാളിയാക്കി. കർത്താവ് മരിച്ചപ്പോൾ നമ്മളും മരിക്കുന്നു, ആ സ്നാനത്തിൽ കൂടെ അവനോടുകൂടെ മരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും ജീവന്റെ പുതുക്കത്തിൽ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് ഇൻവിസിബിൾ ഗ്രേസ്. നമ്മളില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ അറിയിക്കുമ്പോൾ ആ ഒരു ഇൻവിസിബിൾ ഗ്രേസിന്റെ വിസിബിൾ ആക്ട് ആയിട്ടാണ് സേക്രമെന്റ്. അപ്പൊ കൂദാശയിൽ കൂടെ, സ്നാനത്തിൽ കൂടെ ഞാനും നിങ്ങളും സ്നാനം പുരോഹിതൻ നമ്മളെ ഇതിനോട് കണക്ട് ചെയ്യുക. കർത്താവിന്റെ ക്രൂശ് മരണത്തിനോടും കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റിനോട് നമ്മളെ കണക്ട് ചെയ്യുന്നതാണ് വിസിബിൾ ആയിട്ടുള്ള സേക്രമെന്റ്, ഇൻവിസിബിൾ ഗ്രേസ്. അത് ഭയങ്കരം. അത് ആ മിസ്റ്റിസിസം ആണത്. പറഞ്ഞു മനസ്സിലായി? അതെവിടെയാണ് ആ രഹസ്യം നമ്മൾ മനസ്സിലാകുന്നത്. ബോഡി ആയിട്ട് അവന്റെ മരണവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുകയാണ്, ബന്ധിപ്പിക്കുകയാണ്. ആ ഒരൊറ്റ പദം മതി ഇത് മുഴുവൻ തുറക്കുക. 7 സാക്രമെന്റ്സിനെയും നമുക്ക് ഒറ്റ പദം കൊണ്ട് എടുക്കാൻ കഴിയും. എവിടാന്നറിയോ? വിസിബിൾ സൈൻ ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ്. വിസിബിൾ സാക്രമെന്റ്സ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, വിസിബിൾ സൈൻ ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ്. ഒന്നുകൂടെ പറഞ്ഞോ. വിസിബിൾ സൈൻ ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ്. അതാണ് സാക്രമെന്റ്സ്. അല്ലാതെ സാക്രമെന്റ്സ് എന്ന് പറയുന്നത് കേവലം ഒരു ഒരു ആക്ട് അല്ല. ഓഫ് കോഴ്സ് ആക്ട് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് ദാറ്റ് ആക്ഷൻ, അതിന്റെ രഹസ്യം പറയുക, ദാറ്റ് ആക്ട് എന്താണ്? വിസിബിൾ സൈൻ ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ് ആണ്. ഇൻവിസിബിൾ ഗ്രേസ് is given when Jesus was on the cross, I was with him. When Jesus was buried, I was with him. When Jesus was up, I was with him. That is the invisible grace, invisible sign. Invisible grace അതാണ്. അതിനെ ഇനി വിസിബിൾ സൈനിലേക്ക് കൊണ്ടുവരികയാണ് ത്രൂ ദി സാക്രമെന്റ്സ്, ആക്ഷനിലൂടെ. ദൃശ്യമായ കൃപയുടെ ദൃശ്യമായ കൂദാശ. ഇങ്ങനെ മലയാളത്തിൽ പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞു നോക്കാം. ദൃശ്യമായ തെളിവിലൂടെ അദൃശ്യമായ കൃപയെ ആക്ച്വലൈസ് ചെയ്യുന്നു. എന്താണ്? വെളിപ്പെടുത്തും. മനസ്സിലായല്ലോ അല്ലേ? നിന്റെ സ്നേഹത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്നു നുകരാൻ, നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിന്റെ സ്നേഹത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്നു നുകരാൻ, നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിന്റെ ആത്മാവിൽ അണഞ്ഞിടുവാൻ, നിന്റെ ആത്മാവിൽ നിന്നു നുകരാൻ, നിന്റെ ആത്മാവിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. അവിടുത്തെ വചനത്തിൽ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ. നിന്റെ വചനത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നു നുകരാൻ, നിന്റെ
വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. കർത്താവ് ഇന്ന് കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്ന് ഞങ്ങൾക്കൊരു പുതിയൊരു ബോധ്യം, പുതിയൊരു അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹെൽപ്പ് us to be rooted in your word. ഇന്ന് കേട്ടവണക്ക് കൊലോഷ്യൻസ് 2 കേട്ടവണക്ക് give us the grace to be rooted in your word. അവിടുത്തെ വചനത്തിൽ ആഴത്തിൽ ഇറങ്ങാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒന്നുകൂടെ അവസാനമായിട്ട് പാടാം. നിന്റെ വചനത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നു നുകരാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ, എന്നെ അനുവദിക്കുക നാഥ, എന്നെ അനുവദിക്കുക നാഥ. ഹല്ലേലൂയ. യേശുവേ നന്ദി. താങ്ക് യു ജീസസ്. വണ്ടർഫുൾ. ഹല്ലേലൂയ. 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 കുറച്ചു നേരം കൂടെ കേൾക്കാലോ അല്ലെ? തീർച്ചയായിട്ടും. കേൾക്കാം. ഇതാണ് രഹസ്യം. അതാണ് അതാണ് ഈ രഹസ്യം. എന്നതാ ഈ രഹസ്യം? ഇതൊക്കെ രഹസ്യം. രഹസ്യം കൽപ്പിച്ച് ഈശൻ എനിക്കും എന്റെ വീട്ടുകാർക്കും വേണ്ടി രഹസ്യം കൽപ്പിച്ചു. ഈശൻ യേശു. എന്താണ് രഹസ്യം? അതാണ് പെസഹ. അപ്പം എടുത്തിട്ട് രഹസ്യമാണെന്ന് പറഞ്ഞു. ഇതൊരു നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം. അതാണ് മിസ്റ്റിസിസം, അതാണ് അതിന്റെ രഹസ്യം. നമ്മൾ കാണുന്നത് ഇപ്പൊ മാമോദിസ എന്ന് കേൾക്കുമ്പോ കൊച്ചിന്റെ മാമോദിസയാണ്, നമുക്ക് പാർട്ടി നടത്തണം, ബന്ധക്കാരെയൊക്കെ വിളിക്കണം, സ്വന്തക്കാരെയൊക്കെ വിളിക്കണം, വെള്ള ഉടുപ്പിടിക്കണം, നമുക്കും പോകുമ്പോ വെള്ളസാരിയൊക്കെ തയ്പ്പിക്കണം. അത് കാഞ്ചീപുരം വെള്ളസാരി കിട്ടില്ലല്ലോ, വില കൂടിയ വെള്ളസാരി നമുക്ക് ബനാറസിന്ന് മേടിച്ചാലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്യുന്ന കർമ്മങ്ങൾ, അവിടെ വെള്ളം എടുക്കുന്നു, അല്ലെ വെള്ളത്തിൽ മുക്കുന്നു, ആ ക്രിയകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ക്രിയക്കല്ല. അതാണ് ആവർത്തിച്ച് പറയുന്നത്, ക്രിയക്കല്ല. ക്രിയ എന്ന് പറയുന്നത് സൈൻ മാത്രമാണ്. ഏതിന്റെ? ഇൻവിസിബിൾ ഗ്രേസിന്റെ. ഏതാണ് ഇൻവിസിബിൾ ഗ്രേസ്? ആ ഇൻവിസിബിൾ ഗ്രേസ് ആണ് നൽകപ്പെട്ടത് എവിടെ? ഓൺ ദ ക്രോസ്. When Jesus was died, I was with him. When he was dead, I was with him. When Jesus was buried, I was with him. When Jesus was up, I was with him. അപ്പൊ അന്ന് എന്നെ ഉൾപ്പെടുത്തി എന്ന് ഇന്ന് എന്നെ അറിയിക്കുകയാണ് സഭ. അന്ന് ഞാൻ ഉണ്ടായിരുന്നു, അന്ന് എന്നെ ഉൾപ്പെടുത്തി എന്ന് ഇന്ന് എന്നോട് സഭ പറയുകയാണ്. മാമോദീസയിലൂടെ ഇന്ന് പരികർമ്മം ചെയ്യുന്നത് ഇതാണ്. എന്നോട് ഇന്ന് സഭ പറയുകയാണ്, യു ആർ ഇൻക്ലൂഡഡ്, കം, വാ 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 വാ, നീ അതിൻ്റെ അകത്ത് ഉള്ളതാ, നീ മാറി നിൽക്കരുത്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന ഉടനെ ക്രൈസ്തവ വീടുകളിൽ ആ കുഞ്ഞിനെയും കൊണ്ട് മാമോദീസയ്ക്ക് ഓടുന്നതിന്റെ കാര്യം എന്നാ? ദാറ്റ് കുഞ്ഞ്, ആ ചൈൽഡ് വാസ് ബോൺ ഇൻ ദ കവനന്റ്. ആ ഉടമ്പടിക്കകത്താണ് ആ പൈതൽ ജനിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ ഒരു വലിയ രഹസ്യം നമുക്ക് മനസ്സിലാകുന്നത്. നോക്കിക്കേ, ഞാൻ വിശ്വസിക്കും മുമ്പേ ഞാൻ അവനോടൊപ്പം മരിച്ചു, ഞാൻ വിശ്വസിക്കും മുമ്പേ ഞാൻ അവനോടൊപ്പം ഉയർത്തു, ഞാൻ വിശ്വസിക്കും മുമ്പേ വൈഫൈ തട്ടല്, ഞാൻ വിശ്വസിക്കും മുമ്പേ ഞാൻ അവനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. അപ്പൊ ആ ജീവിക്കാൻ തുടങ്ങിയിട്ടാണ്
നമ്മൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കുന്നത് വി ഗോട്ട് ദ സർക്കംസിഷൻ. നമ്മൾ ഇന്ന് എന്ത് കിട്ടി? നമുക്ക് പരിച്ഛേദന കിട്ടി. ഏത് പരിച്ഛേദനയാ? പുട്ടിംഗ് ഓഫ് ദ ഫ്ലഷ്, ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ്, ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ്. എന്നിട്ട് പറയാണ് ഇനി 12ാമത്തെ വാക്യം നോക്കി, കൊളോസോസ് 2:12. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരും ആയിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പൊ അവിടെയാണ് ഈ കൂദാശ ജീവിതത്തിന്റെ പ്രാധാന്യം വരുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു, ഏതാ ഞാൻ ആദ്യം കുറെ സമയം ആയതുകൊണ്ട് ആ തുടങ്ങിയിടത്തും തുടങ്ങാം. കൊളോസോസ് 2:6 മുതൽ തുടങ്ങിയത്. അവനിൽ ജീവിക്കുവീൻ. അവനിൽ ജീവിക്കുവീൻ എന്ന് പറഞ്ഞപ്പം ഇത് പഠിച്ചവർക്കറിയാം. അവനിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവനിൽ വേരുറപ്പിക്കപ്പെടുകയാണ്. 2 അവനിൽ പണിതുയർത്തപ്പെടുകയാണ്. 3 അവന്റെ വിശ്വാസത്തിന്റെ ദൃഢനിശ്ചയം സ്വീകരിക്കുകയാണ്. 4 അനർഗളമായ കൃതജ്ഞതാപ്രകാശത്തിൽ മുഴുകുകയാണ്. അങ്ങനെ മുഴുകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മള് ഇൻ ക്രൈസ്റ്റിലാണ്. ഇനി ഇൻ ക്രൈസ്റ്റിലുള്ള എല്ലാം നമ്മുടേതാണ്. ഇൻ ക്രൈസ്റ്റിൽ എന്തൊക്കെയാ ഉള്ളത്? കൊളോസോസ് 2:9 അവനിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും മൂർത്തീഭവിച്ചിരിക്കുന്നത്. കൊളോസോസ് 2:9 അവനിലാണ് മൂർത്തീഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുക, അവനിലുണ്ടെങ്കിൽ നിന്നിലുണ്ട് എന്നാണ് അർത്ഥം. അവനിലുണ്ടെങ്കിൽ എന്നിലുണ്ട് എന്നാണ് അർത്ഥം. അവനിലുണ്ടെന്ന് പറഞ്ഞാൽ എന്നിലുണ്ടെന്ന അർത്ഥം. അതാ ഇവിടെ പറയുന്നത്. അവനിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അവനിൽ നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. 10ാമത്തെ വചനം, എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായി അവനിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായി അവനിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഉടനെ നമുക്ക് പെട്ടെന്ന് ചിന്ത വരും, ഞാൻ പൂർണ്ണത പ്രാപിച്ചോ? പൂർണ്ണത പ്രാപിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെയാ ഇന്ന് ആ ഫ്ലഷ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നേ? എന്റെ തോട്ടിൽ പോലും ആ ഫ്ലഷ് വരുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ ജീവിക്കണം താല്പര്യമുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടല്ലോ. ആ വ്യത്യാസത്തെയാണ് താഴേക്ക് വിശദീകരിക്കുമ്പോൾ പറയുന്നത്. ആ വ്യത്യാസം വരാൻ കാരണം, ആ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ട്? അവരിൽ നിങ്ങൾ പരിശോധന സ്വീകരിച്ചു, കൈകളാൽ അല്ലാത്ത പരിശോധന സ്വീകരിച്ചു. ആ നോളജിലുള്ള വളർച്ചയായിരുന്നു ആവശ്യമുള്ളത്. ഏത്? I got circumcision in Christ. I am circumcised in Christ. ഞാൻ യേശുക്രിസ്തുവിൽ ഇന്ന് പരിശോധന സ്വീകരിച്ചിരിക്കുന്നു. 10ാമത്തെ വാക്യം, എല്ലാ ആധിപത്യങ്ങളുടെ അധികാരങ്ങളെ ശിരസായി അവനിൽ നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അവനിലാണ് നിങ്ങളും പരിശോധന സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിശോധനയല്ല, ശരീരത്തിന്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിശോധന. ശരീരത്തിന്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിശോധന. നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിശോധന അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദമാണ്. ആ പദത്തിനാണ് കൂടുതൽ അർത്ഥം. ഈ നിർമാർജനം ചെയ്യുക എന്ന് പറയുന്നതല്ല, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം എടുത്ത് കത്തിച്ച് കളയുന്നതിനെ പറയുന്ന പദമാണത്. നിർമാർജനം ചെയ്തിരിക്കുക. ശരീരത്തിന്റെ അതെ ശരീരത്തിന്റെ ദുർവാസനകളെ നിർമാർജനം ചെയ്യുക എന്ന് പറഞ്ഞ എന്താണ്? അതാണ് ബാപ്റ്റിസത്തിലെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അടിമുടി ഇതിനെ കഴുകി എടുക്കുന്നത്. വാസ്തവത്തിൽ നിർമാർജനം ചെയ്യുക തന്നെയാണ്. കഴുകി കളയുക അത് അവിടെ. അതാണ് ആ സംഭവം നടക്കുന്നത്. എന്നിട്ട് പറയുക, സ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം 12ാമത്തെ വാക്യം, സ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. കണ്ടോ? ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ഇൻവിസിബിൾ ഗ്രേസ് തന്നതാ. ഇനി വിസിബിൾ സൈൻ ആണെന്ത്? സാക്രമെന്റ്. ആ വിസിബിൾ സൈൻ എന്താ? സ്നാനം വഴി. ത്രൂ ബാപ്റ്റിസം വി ആർ ബറീഡ് വിത്ത് ഹിം. നമ്മൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. കാരണം ഇതൊന്നും എന്തുകൊണ്ട് ശിശുവിന് ഇത് പറ്റും? ശിശുവിന് ഇത് പറ്റുന്നതിന്റെ കാരണം
ശിശുവെന്നോ വൃദ്ധനെന്നോ വ്യത്യാസം കൂടാതെ ആബാലവൃദ്ധം സകലരെയും അവന്റെ മരണത്തിൽ അവൻ യോജിപ്പിച്ചത്. ഇനി എന്ത് ചെയ്താൽ മതി? അതിനോട് ഐക്യപ്പെട്ടാൽ മതി. ഇനി ആ റോമർ 6:4 ഒന്ന് വായിക്കാം ഡോക്ടറെ. അത് വായിക്കാതെ ഇനി പറ്റും തോന്നുന്നില്ല. റോമർ 6:4. ലവ്ലി CH, Colossians 2:12. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ സ്നാനത്താൽ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ സ്നാനത്താൽ അവന്റെ മരണത്തോട് അവിടെ കിടക്കുന്നേ ഒന്നുകൂടെ വായിര. അവന്റെ മരണത്തോട് നമ്മെ നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ്. അല്ലല്ല, അതിന് മേളിൽ വായിച്ചു, ആദ്യം വായിക്കാം. യേശുക്രിസ്തുവിനോട് അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ ഐക്യപ്പെടുത്തിയ അവിടെ നില്ല പോലെ ഐക്യപ്പെടുത്തി. ഏതിനോട്? അവന്റെ മരണത്തോട്. ആരെ? എന്നെ. എങ്ങനെ? നിർത്തി പറയാം. ഏതിനോട്? അവന്റെ മരണത്തോട്. എങ്ങനെ? ഒന്നുകൂടെ ചോദിക്കാം. എന്തിനോട്? മരണത്തോട്. എന്ത് ചെയ്തു? ഐക്യപ്പെടുത്തി. ആരെ? എന്നെ. എങ്ങനെ? ജ്ഞാനസ്നാനത്താൽ. ഇംഗ്ലീഷ് കൂടെ വായിക്കാം. For through baptism we have been buried with him into death, so that in the manner that Christ rose from the dead by the glory of the Father, so we may also walk in the newness of life. അപ്പൊ ഇവിടെ ഇതാണ് രഹസ്യം. ഇന്ന് ഐക്യപ്പെടുക. ഏതിനോട്? ഓൾറെഡി നടന്ന ഒരു കാര്യത്തോട്. ഏതാ ഓൾറെഡി നടന്ന കാര്യം? യേശുവിന്റെ മരണം. മെറീനയ്ക്ക് കർത്താവ് കുഞ്ഞിനെ തരുമ്പം ആ കുഞ്ഞിനെ മാമോദിസം കൊടുക്കുമ്പോ ഈ ബോധ്യത്തോടെ വേണം കൊടുക്കാൻ, അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഈ ഒരു ബോധ്യത്തോടെ. അതിനാ ഇതൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞു തരുന്നത്. കൊച്ചുണ്ടായി കഴിയുമ്പോൾ ഒന്നും പറയാൻ ഞങ്ങൾക്ക് സമയമില്ല, കേൾക്കാൻ മെറീനയ്ക്കും സമയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഇതെല്ലാം കേട്ട് കുറിച്ച് വെച്ചോണം. എന്നതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് വേണം എന്ത് ചെയ്യാൻ, ഇതെല്ലാം ചെയ്യാനും കൊടുക്കാനും വേണ്ടിയിട്ട്. അതാ ഇവിടെ വിശദീകരിച്ച് പറയുന്നത്. ഞാനിന്ന് ഐക്യപ്പെടുവാണ്, ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്, ഐക്യപ്പെടുകയാണ്. ഏതിനോട് ഐക്യപ്പെടുകയാണ്? എന്നെ ഏതിൻ്റെ അകത്താണോ വെച്ച്? ഞാനാ ഇടയ്ക്ക് മാറിപ്പോയത്, എന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയതാ. ബട്ട് ഐ വാസ് സ്ട്രേഞ്ചർ ആൻഡ് ഐ വാസ് എവേ. ഞാൻ മൃതനായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നെ ഉൾപ്പെടുത്തിയതായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുക? ഉദാഹരണം പറയാവേ. ഈ കസേര കാണുന്നുണ്ടല്ലോ, ഈ കസേര എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു, എന്നെ പണ്ട് ഇതേക്കൊണ്ട് ഇരുത്തിയതായിരുന്നു. പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു. അവിടുന്ന് എണീറ്റ് പോയിട്ട് എന്നോട് പറയുകയാണ്, നിനക്ക് വേണ്ടി ഒരുക്കിയ ആ കസേരയെ പോയി ഇരിക്കെ. എന്നാൽ അതിനു മുമ്പ് ഇരിക്കുന്ന മൊബൈൽ നിനക്ക് ഫേസ് ചെയ്യാം, അതിന് മുമ്പ് ഇരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് എടുക്കാം, എന്താണോ നിനക്ക് വേണ്ടി അത് നിനക്ക് എടുക്കാം എന്നോട് പറയുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? ഞാൻ എവിടുന്നാണോ എഴുന്നേറ്റ് പോയത് അവിടേക്ക് തിരിച്ചു വന്ന് ഇരിക്കുകയാണ്. അതാണ് സാക്രമെന്റിലൂടെ സംഭവിക്കുന്നത്. നമ്മളെ ഇരുത്തി എവിടെ? യേശുവിനോടൊപ്പം. പക്ഷെ നമ്മളിപ്പോ എവിടാ? കൊളോസ്യോസ് 2:13 വാക്യമാണ്. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം സ്വീകരിക്കാത്തവരുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പരിച്ഛേദനം സ്നാനത്തിലൂടെ കിട്ടിയത്, തരുന്നത്. കർത്താവിൻ്റെതായിരുന്നു, അകന്നു പോയിരിക്കുക. ഇനി എന്ത് ചെയ്യണം? ഐക്യപ്പെടണം. എങ്ങനെ? ജ്ഞാനസ്നാനം വഴി. ആര്? ഞാന്. അപ്പൊ എന്നാ സംഭവിക്കുന്നേ? ഐക്യപ്പെടുക. ഏതിലോട്ട്? യേശുവിന്റെ മരണത്തോട്, യേശുവിന്റെ അടക്കിനോട്, യേശുവിന്റെ ഉയർപ്പിനോട്. എന്തിനാ? We also should walk in the newness of life.
എനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നു. ഡോക്ടറെ ഓടിവാ, നമുക്ക് പ്രസംഗിച്ചേക്കാം. ഹല്ലേലൂയ. ഓ, എന്തോ രഹസ്യമായത്. ഇന്നത് കേൾക്കുമ്പോ തന്നെ എന്റെ സഹോദരങ്ങളെ, ഇതിന്റെ മുഴുവൻ സൗഭാഗ്യവും നമ്മിലേക്ക് ഇറങ്ങണം. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയണം. ഞാൻ ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ് എന്ന് എഴുതണം. നമുക്ക് എഴുതാൻ പറ്റുന്നിടത്തെല്ലാം എഴുതണം. എന്നെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുക. കൊളോസോസ് 2:6 പ്രകാരം അവനിലാ ഞാൻ ജീവിക്കുന്നത്. കൊളോസോസ് 2:7 പ്രകാരം അവനിൽ ഞാൻ വേരുറപ്പിക്കപ്പെട്ടിരിക്കുക. കൊളോസോസ് 2:7 രണ്ടാം ഭാഗപ്രകാരം ഞാൻ അവനിൽ ഉയർത്തപ്പെടുകയാണ്. കൊളോസോസ് 2:8 പ്രകാരം ഞാൻ അവനിൽ കവിയുകയാണ്, സ്തോത്രത്തിൽ കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊളോസോസ് 2:7 പ്രകാരം ഞാൻ അവനില് വിശ്വാസത്തിൽ ദൃഢത സ്വീകരിച്ചിരിക്കുകയാണ്. കൊളോസോസ് 2:10 പ്രകാരം ഞാൻ അവനിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുകയാണ്. കൊളോസോസ് 2:11 പ്രകാരം ഞാൻ അവനിൽ പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുകയാണ്. കൊളോസോസ് 2:13 പ്രകാരം എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ്. ഇൻ ക്രൈസ്റ്റ് ആക്കിയിരിക്കുകയാണ് എന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു സ്വീകരിച്ചേ മക്കളെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഓ, ഇത് പറയുമ്പോൾ തന്നെ ഇതിന്റെ അഭിഷേകം. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു, നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ ക്രൂശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളുടെയും അധികാരങ്ങളെയും അവൻ നിരായുധനാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഭക്ഷണ നിയമങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ ആരും കുറ്റപ്പെടുത്താതിരിക്കട്ടെ. എന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. ഇനിയാണ് നമ്മൾ ഈ ഒരു വലിയൊരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുള്ള പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പൊ കൊളോസോസ് 2 തീരത്തില്ല. കൊളോസോസ് 2 തീരണമെങ്കിൽ ഇനി 2 ദിവസം എടുക്കും. രഹസ്യം ഇതു രഹസ്യം കൽപ്പി കേട്ടോണേ. രഹസ്യമാ. ആ രഹസ്യമാണ് സഭ നമുക്ക് പരികർമ്മം ചെയ്തു തരുന്നത്. ആ രഹസ്യമായിട്ടാണ് സഭ കൂദാശയിലൂടെ നമ്മെ കണക്ട് ചെയ്യുന്നത്. ഈ രഹസ്യം മുഴുവൻ അടിഞ്ഞുകൂടി കിടക്കുന്ന അവിടുത്തെ ശരീരമാകുന്ന സഭയിലാണ്. ആ സഭയുമായിട്ടാണ് ദൈവം നമ്മെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ 15-ലധികം വർഷങ്ങള് ഞാൻ ഡോക്ടറും എല്ലാം ഞങ്ങൾ പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകരായിട്ട് മുമ്പ് ശിശുസ്നാനം തെറ്റ്, മാമോദീസ തെറ്റ്, ഇതെല്ലാം തെറ്റാന്ന് ചിന്തിച്ചും പറഞ്ഞും പഠിപ്പിച്ചും കൊണ്ടിരുന്നവരാണ്. ഈ പള്ളിക്കകത്ത് നടക്കുന്നതേ തെറ്റ്. യേശു സ്നാനപ്പെട്ടത് വെള്ളത്തിലാണ്, അത് നദിയിലായിരുന്നു, നദിയിൽ തന്നെ മുങ്ങണം. 1000-1000 ആൾക്കാർക്ക് ജ്ഞാനസ്നാനവും കൊടുത്ത് മുതിർന്ന സ്നാനം മാത്രമാ ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അതിനു വേണ്ടി ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗം മാറ്റി വെച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് രഹസ്യം കൽപ്പിച്ചീശൻ ഈ രഹസ്യം മനസ്സിലാകുന്നത്. ഇവിടെ പ്രായപരിമിതി കൂടാതെ ദൈവം നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ കണക്ഷൻ ഞാൻ ഡോക്ടർ അതിശയിച്ചു പോയി. ജോസ്റ്റാനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞങ്ങൾ അതിശയിച്ചു പോയി. ഓ ഗോഡ്, പരിച്ഛേദന കൊണ്ടുവന്ന് ഇവിടെ മെർജ് ചെയ്യുന്നത് കണ്ടോ, പരിച്ഛേദന കൊണ്ടുവന്ന് ഇവിടെ മെർജ് ചെയ്യുന്നത് കണ്ടോ, ഇത്രയ്ക്ക് ആഴമായി ഇതിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടോ. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ആഴമായിട്ട് ഹൃദയത്തിൽ എഴുതേണ്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇടവന്നു. അപ്പൊ ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ബിഫോർ വി കൺക്ലൂഡ്, this is my humble request from my heart. We all should come to this knowledge or understanding that when we are in Christ, it's a growing temple ആണ്.
നമ്മള് ഒരു കെട്ടിടമാണ്, ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് ആണ്. ആൻഡ് വി ആർ ഗ്രോയിങ്, ഡെയിലി ഗ്രോയിങ് ആണ്. ത്രൂ റിസീവിങ് ദ വേർഡ് ഓഫ് ഗോഡ് വി ആർ ഡെയിലി ഗ്രോയിങ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഐഡന്റിറ്റിയിൽ നമ്മെ പുറകോട്ട് മാറ്റാൻ ഒന്നിനെയും സമ്മതിക്കരുത്, ഒന്നിനും കഴിയത്തുമില്ല. ഇന്ന് ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ശരീരത്തിന്റെ ദുർവാസനകളെ നിർമാർജനം ചെയ്യുന്ന പരിച്ഛേദനമാണ് നമുക്ക് യേശുക്രിസ്തുവിൽ സംഭവിച്ചത്, ജ്ഞാനസ്നാനത്തിൽ സംഭവിച്ചത്, മാമോദീസയിൽ സംഭവിച്ചത്. ഇനി അതിനുവേണ്ടി ഓടി നടക്കല്ലേ. മാമോദീസയിൽ സംഭവിച്ചത് എന്നാന്ന് ഇനി അറിയുക ചെയ്യണ്ടേ. ഇടയ്ക്കിടയ്ക്ക് പോയി മാമോദീസ എടുപ്പില്ല, സ്നാനം ഒന്നേ ഉള്ളൂ. ആ മാമോദീസയിൽ എന്നെ സംഭവിച്ചെന്ന് തിരിച്ചറിയുക. ശരീരത്തിന്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഓൾഡ് സ്കിന്ന് ടേർ ചെയ്ത് കളഞ്ഞ് വലിച്ചു കീറിക്കളഞ്ഞിട്ട് ഒരു പുതിയ ഐഡന്റിറ്റി തന്നിരിക്കുക. ദാറ്റ് ന്യൂ ഐഡന്റിറ്റി ഈസ് കോൾഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. അതാണ് ഇനി എപ്പോഴും അങ്ങനെ കാണാവുള്ളൂ. ഇനി ഞാൻ എന്നെ അങ്ങനെ കാണാവുള്ളൂ, ഇനി എന്നെ അങ്ങനെ പറയാവുള്ളൂ. ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്. ഞാൻ അവനിൽ വേരുറപ്പിക്കപ്പെട്ട് അവനിൽ നിന്ന് വലിച്ച് അവന്റെ പൂർണ്ണതയിലേക്ക് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ശരീരമാകുന്ന സഭയിലാണ്. ഹല്ലേലൂയ.